ഫ്രണ്ട്സ്, നിങ്ങൾ ടാറ്റു ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ? നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ ടാറ്റു ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇന്ന് രാവിലെ ഞാൻ വാർത്തകൾ കാണുന്ന സമയത്ത് ഒരു വാർത്ത കണ്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോടിൽ നമുക്കറിയാം, അവിടെ ബീച്ചുണ്ട്. അവിടേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈവനിങ്ങും മോർണിംഗ് ഒക്കെ വന്ന് ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നതാണ്. സോ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ ഈ ടാറ്റു ചെയ്യുന്ന ആൾക്കാർ കുറെ ആൾക്കാർക്ക് ടാറ്റു ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടാറ്റു ചെയ്യുന്ന ആൾക്കാർ ഒരേ നീഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക്, പ്രത്യേകിച്ചും ആ നീഡിൽ അണുവിമുക്തമാക്കാതെ ചെയ്തു കൊടുക്കുന്നതായിട്ടാണ് ആക്ച്വലി വാർത്ത രാവിലെ കേൾക്കുന്നത്. അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നതിന് ദർ ആർ ലോട്ട്സ് ഓഫ് ചാൻസസ്. അപ്പോൾ ഇതുമായിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. സോ അതിനു മുമ്പ്, ഹായ് എസ്കേപ്പ് പ്ലാറ്റൂൺ, ദിസ് ഈസ് മീ യുവർ ഫ്രണ്ട് സെൽവകുമാർ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എസ്കേപ്പ് പ്ലാറ്റൂണിൽ നിങ്ങൾ അംഗമല്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അംഗമാവുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് യൂട്യൂബിൻ്റെ അൽഗോരിതത്തിന് സാധിക്കുന്നതാണ്. സോ ജസ്റ്റ് ഡു ഇറ്റ്. ആൻഡ് ആഫ്റ്റർ വാച്ചിങ് ദിസ് വീഡിയോ, don't forget to give the like, because each and every like from your side is very important to me. So that's why I'm asking. And also don't forget to share this video to your friends, those who are tattoo lovers. So just do it. Okay guys, let's get started. ആക്ച്വലി ഇപ്പൊ നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ടാറ്റു ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരുപാട് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ചും ഈ അമ്പലങ്ങളുണ്ടെങ്കിൽ അവിടെ ഉത്സവം നടക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ കൂട്ടം എവിടേക്കാണ് കൂടുതലുള്ളത്, അത്തരം സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ ടാറ്റു ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആക്ച്വലി ടാറ്റു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തൊഴിലാണ്. അപ്പോൾ ആ തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലാതെ അന്നന്നത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പ്രൊഫഷണലായി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാത്ത ആൾക്കാരാണെങ്കിൽ പൊതുവെ ഉണ്ടാകാൻ ചാൻസസ് കുറവാണ്. സോ ഇവിടെയാണ് നമ്മൾ ആക്ച്വലി ശ്രദ്ധിക്കേണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഇത്തരത്തിലുള്ള കടകളൊക്കെ കാണാറുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കടകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഡിസൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ആർട്ടാണ്. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ആർട്ട് ലവേഴ്സ് ആണ്. സോ ചില ഡിസൈനുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഡിസൈൻ നമുക്ക് നമ്മുടെ ബോഡിയിൽ വേണമെന്ന് ആഗ്രഹിക്കുകയും അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് ആ ഡിസൈൻ നമ്മുടെ ബോഡിയിൽ നമ്മൾ ടാറ്റു ആയിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ടാറ്റു ചെയ്യുന്നതിന് ഒരുപാട് ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നീഡിൽസ്, പെയിന്റിങ്സ്, പിന്നെ ചില കെമിക്കൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഇൻഫെക്ഷൻസ് വരുന്നതിന് ഒരുപാട് ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ചും ഒരേ നീഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആൾക്കാരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒരാളുടെ ബോഡിയിൽ ഇന്ന അസുഖവും മറ്റൊരാളുടെ ബോഡിയിൽ വേറൊരു അസുഖവും, ഇങ്ങനെ പലതരത്തിലുള്ള ബോഡിയിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഒരാളുടെ ബോഡിയിൽ നമ്മളൊരു പിൻ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് തന്നെ മറ്റൊരാൾക്ക് ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ആദ്യം ഉപയോഗിച്ചു, എന്നിട്ട് മറ്റുള്ള ആൾക്കാർക്ക് അതേ നീഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ എൻ്റെ ബോഡിയിൽ എന്തൊക്കെയാണ് അസുഖമുള്ളത് അത് മറ്റൊരാൾക്ക് ഈസി ആയിട്ട് പഠനമായിട്ട് അവിടെ ഒരുപാട് ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇത്തരത്തിലുള്ള കാര്യത്തിൽ പ്രത്യേകിച്ചും ഈ വൈറസ്, ഫംഗസ്, ബാക്ടീരിയാസ്, അതുപോലെ തന്നെ മറ്റ് അണുബാധകൾ ഉണ്ടാകാനായിട്ടും ചാൻസസ് അധികമാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ പെയിന്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, പെയിന്റ് കളർ ഡിസൈനിങ് ഉപയോഗിക്കുന്നത്, അതിലും ചില കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള കെമിക്കൽസ് ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. മാത്രമല്ല, ഒരാൾക്ക് ഉപയോഗിക്കുന്ന അതേ പാത്രത്തിൽ വേറൊരാൾക്കും മുക്കിക്കൊണ്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതും പ്രശ്നത്തിന് കാരണമാകാറുണ്ട് പലപ്പോഴും. പിന്നെ നമ്മുടെ ബോഡിയിൽ ഒന്നിൽ കൂടുതൽ കളേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ പിഗ്മെന്റേഷൻ പ്രോബ്ലം ഉണ്ടാകാറുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനും ചാൻസസ് അധികമാണ്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ആക്ച്വലി. പിന്നെ മാത്രമല്ല,
ഇത്തരം സ്ഥലങ്ങളിൽ ഈ ഉപകരണങ്ങളുണ്ടല്ലോ, ഈ ഉപകരണങ്ങൾ കൃത്യമായിട്ട് സ്റ്റെറിലൈസേഷൻ ചെയ്യാറുണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്തിട്ട് വേണം ആക്ച്വലി നമ്മൾ ഇത്തരം ടാറ്റു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ ടാറ്റു ചെയ്തു കഴിഞ്ഞാൽ പൊതുവേ നിങ്ങളുടെ ബോഡിയിൽ പലതരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിന് കാരണമാകും. പ്രത്യേകിച്ചും HIV അല്ലെങ്കിൽ എയ്ഡ്സ് പോലുള്ള രോഗങ്ങൾ വരാൻ ചാൻസസ് അധികമാണ്. പിന്നെ അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് C, പിന്നെ മറ്റു രോഗങ്ങളൊക്കെ വരാം. സോ ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ്സാണ്, അവർക്കതിൽ പൈസ കിട്ടും. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് അസുഖം കിട്ടേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സോ ഇപ്പം നിങ്ങൾ എവിടെ പോയാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് വേണം നിങ്ങൾ ടാറ്റു ചെയ്യുന്നത്. സോ ബി കെയർഫുൾ. ഹെൽത്ത് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ദാൻ എനിത്തിങ് എൽസ്. സോ ബി കെയർഫുൾ അബൌട്ട് ഇറ്റ്. സോ അടുത്തത് നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ബൈ ആൻഡ് ടേക്ക് കെയർ. ലവ് യു. താങ്ക് യു.